വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ബയോളജിയില് ചെവി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ചെവിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ചെവിയെ കുറിച്ചിട്ടുള്ള പഠനത്തെ എന്താണെന്ന് പഠിക്കണം അല്ലെ. എന്താണ് ചെവിയെ കുറിച്ചുള്ള പഠനം? ചെവിയെ കുറിച്ചുള്ള പഠനത്തെ ഓട്ടോളജി എന്ന് വിളിക്കുന്നു. എന്താണ് ഓട്ടോളജി കേട്ടോ? അപ്പൊ ചെവിയെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജി ആണ് ചെവിയെ കുറിച്ചുള്ള പഠനം. ക്ലിയർ ആയില്ലേ? ചെവിയെ കുറിച്ചുള്ള പഠനത്തെ ഓട്ടോളജി എന്ന് വിളിക്കുന്നു. ഇനി ചെവിയുടെ ഉൾഭാഗമില്ലേ, ആ ഉൾഭാഗം പരിശോധിക്കാനുള്ള ഉപകരണത്തിന്റെ പേര് ഓട്ടോസ്കോപ്പ് എന്നാണ്. ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കാനുള്ള ഉപകരണത്തിന്റെ പേര് എന്താണ്? ഓട്ടോസ്കോപ്പ് എന്നാണ്. ഓട്ടോസ്കോപ്പ് ആണ് ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കാനുള്ള ഉപകരണം. ഇനി അടുത്തത് നമ്മുടെ ശ്രവണ പരിധി എത്രയാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഇനി അടുത്തത് നമ്മുടെ ചെവി, അതുപോലെ തന്നെ മൂക്ക്. ചെവി, അതുപോലെ തന്നെ മൂക്ക്, അതുപോലെ തന്നെ തൊണ്ട എന്നിവയെ കുറിച്ച് മൂന്നിനെയും കുറിച്ചിട്ടുള്ള പഠനശാഖയെ ഓട്ടോ ലാരിങ്കോളജി എന്ന് വിളിക്കുന്നു. എന്താണ്? ഓട്ടോ ലാരിങ്കോളജി. എന്താണ്? ഓട്ടോ ലാരിങ്കോളജി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ചെവിയെ കുറിച്ചിട്ടുള്ള പഠനം ഓട്ടോളജി, ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കാനുള്ള ഉപകരണം ഓട്ടോസ്കോപ്പ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പഠനശാഖ ഓട്ടോ ലാരിങ്കോളജി, മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലും. നമ്മളെ ലാസ്റ്റ് ഗ്രേഡിന് എങ്ങനെയാണോ പഠിക്കാനുള്ളത്, അതായത് അതിന് അത്യാവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ്, അല്ലാണ്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ പോണില്ല. അത്യാവശ്യം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി ചെവി എന്തിനാണ് സഹായിക്കുക? കേൾവിക്ക് സഹായിക്കുന്നതാണ് ചെവി എന്ന് നമുക്കറിയാം. പക്ഷെ കേൾവിക്ക് മാത്രല്ല, എന്താണ്? ശരീരത്തിന്റെ തുലന നില, ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവം കൂടി ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണ് ചെവി. ഇനി കേൾവി എന്ന അനുഭവം, നമ്മുടെ ഒരു അനുഭവമാണ് കേൾവി എന്ന് പറയുന്നത് അല്ലെ. ആ അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത് എന്ന് ചോദിക്കാം. സെറിബ്രമാണ്. കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ എന്താണ് ഭാഗം? സെറിബ്രമാണ്. ഇനി ചെവിയുടെ 3 ഭാഗങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് പഠിക്കണം. ചെവിക്ക് 3 ഭാഗമാണുള്ളത്. ഒന്ന് ബാഹ്യകർണമാണ്. ചെവിയുടെ 3 ഭാഗങ്ങൾ. ഒന്ന് ബാഹ്യകർണം, അടുത്തതിനെ നമ്മൾ വിളിക്കുന്നു മധ്യകർണം. എന്താണ്? മധ്യകർണം. അടുത്തത് ആന്തരകർണം. അപ്പൊ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ആർക്കുള്ളത്? ചെവിക്കുള്ളത്. അപ്പൊ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി, ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പ്, ചെവി, മൂക്ക്, തൊണ്ട തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനശാഖ ഓട്ടോ ലാരിങ്കോളജി, മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയില്, കേൾവി സാധ്യമാക്കുക കൂടാതെ ശരീരത്തിന്റെ തുലന നില പാലിക്കാനും കൂടിയും സഹായിക്കുന്നതാണ് ചെവി. ഇനി കേൾവി സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രം. ചെവിയുടെ 3 ഭാഗങ്ങളാണ്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതില് ബാഹ്യകർണത്തിലേക്ക് വരിക. എന്താണ് ബാഹ്യകർണം? ബാഹ്യകർണത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കണം. ഈ ബാഹ്യകർണത്തിൽ തന്നെ 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ചെവിക്കുടയാണ്. ബാഹ്യകർണത്തിൽ ആദ്യത്തേത് ചെവിക്കുട. അതായത് രണ്ടാമത്തത്, അത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തത് കർണനാളം, മൂന്നാമത്തത് കർണപടം. അങ്ങനെ 3 ഭാഗങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ ബാഹ്യകർണത്തിലുള്ളത്. അപ്പോ ഈ ചെവിക്കൂടെ എന്താ ചെയ്യണേ? ചെവിയിലേക്ക് വരുന്ന ശബ്ദങ്ങൾ ഉണ്ടല്ലോ, ആ ശബ്ദങ്ങളെ, ചെവിയിലേക്ക് വരുന്ന ശബ്ദങ്ങളെ എവിടേക്ക് എത്തിക്കുന്നു? കർണനാളത്തിലേക്ക് എത്തിക്കുന്നത് ഏതാണ്? ചെവിക്കൂടെയാണ്. അതായത് നമ്മുടെ ശബ്ദ തരംഗങ്ങളിലെ ഈ ചെവിയിലേക്ക് വരുന്ന ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുന്നത് ഏതാണ്? ചെവിക്കൂടെയാണ് എന്ന് മനസ്സിലാക്കാം.
ഇനി കർണനാളം എന്ത് ചെയ്യും? ഈ തരംഗങ്ങളെ എവിടേക്ക് നയിക്കും? കർണപടത്തിലേക്ക് നയിക്കും. അപ്പൊ ആദ്യം ചെവിക്കുടയിൽ ശബ്ദത്വം, ചെവിക്കുടയിൽ നിന്ന് കർണനാളത്തിലെത്തും, അടുത്തതാണ് പിന്നെ എവിടേക്ക് എത്തുന്നത്? കർണപടത്തിൽ എത്തുന്നത്. പക്ഷെ കർണനാളത്തില് എത്തുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. കർണനാളത്തിൽ നിറച്ച് രോമങ്ങൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വാക്സിലെ, അതായത് മെഴുക് രൂപത്തിലുള്ളത്, ചെവിയിൽ കാണപ്പെടുന്ന കർണമെഴുക്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ കർണനാളത്തിലാണ് കാണുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉള്ളത്? പൊടിപടലങ്ങളും രോഗാണുക്കളും ഒന്നും ചെവിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കർണനാളത്തിൽ രോമങ്ങളും അതുപോലെ തന്നെ മെഴുകൊക്കെ ഉണ്ട്, കർണമെഴുക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ചെവിക്കുടയിലേക്ക് ആദ്യം ശബ്ദതരംഗത്തും, ആ ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലെത്തും, കർണനാളത്തിൽ നിന്ന് അത് കർണപടത്തിൽ എത്തിക്കും. കർണനാളത്തിൽ എന്തുണ്ട്? രോമങ്ങളും അതുപോലെ തന്നെ മെഴുകും ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇനി കർണപടോ, അതായത് കർണപടത്തിൽ എന്താ വരണേ? ശബ്ദതരംഗങ്ങൾ വരും അല്ലെ? അവസാനം ഈ ചെവിക്കുടയിൽ നിന്ന് വരുന്ന ശബ്ദതരം അവസാനം എവിടെ എത്തും? കർണപടത്തിലെത്തും. ആ തരംഗങ്ങളെ തരംഗങ്ങൾക്ക് കമ്പനം സംഭവിക്കുന്നത് കർണപടത്തിലാണ്. ശബ്ദതരംഗങ്ങൾക്ക് കമ്പനം സംഭവിക്കുന്നത് എവിടെ വെച്ചാണ്? കർണപടത്തിൽ വെച്ചാണെന്ന് ഓർക്കാം. ഇനി അടുത്തത്, ഇത് ബാഹ്യകർണമല്ലേ? ഈ ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളല്ലേ നമ്മൾ പഠിച്ചത്? ഇനി അടുത്തത് ഏതാ വരാൻ പോണത്? മധ്യകർണല്ലേ? അപ്പം ബാഹ്യകർണത്തെ അല്ലെ, മധ്യകർണത്തെയും വേർതിരിക്കുന്നത്, ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? ഈ കർണപടാണ്. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണപടാണ്. അല്ലെങ്കിൽ മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും വേർതിരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാ? കർണപടാണ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ബാഹ്യകർണത്തിന് 3 ഭാഗങ്ങളുണ്ട്. ചെവിക്കുടയും കർണനാളവും കർണപടവും ഉണ്ട്. ആദ്യം ശബ്ദതരംഗങ്ങൾ ചെവിക്കുടയിലെത്തും, ചെവിക്കുടയിൽ നിന്ന് കർണനാളത്തിലേക്ക് ശബ്ദതരംഗങ്ങൾ എത്തും, കർണനാളം കർണപടത്തിലേക്ക് എത്തിക്കും. കർണപടത്തിലേക്ക് ശബ്ദതരംഗം എത്തുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ശബ്ദതരംഗങ്ങൾക്ക് കമ്പനം സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി ചെവിക്കുട സാധാരണ പുറമെ കാണുന്ന ഭാഗം, അതിൽ നിന്ന് കർണനാളത്തിലെത്തുമ്പോൾ കർണനാളത്തിൽ രോമങ്ങളും കർണമെഴുകും ഒക്കെ കാണപ്പെടുന്നു. അതിനുശേഷം അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആവശ്യമില്ലാത്ത പൊടിപടലങ്ങളോ പ്രാണികളോ ഒന്നും കർണത്തിലേക്ക്, നമ്മുടെ ചെവിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ. ഇനി കർണപടം ബാഹ്യകർണത്തിന്റെ ഉള്ളിലുള്ള ഭാഗമാണ്. ഈ ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്ന് അത് വേർതിരിക്കുകയാണ്. ഇവിടെയാണ് ശബ്ദങ്ങൾക്ക് കമ്പനം സംഭവിക്കുന്നതും. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ മധ്യകർണത്തിലേക്ക് വരികയാണ്. മധ്യകർണത്തിലേക്ക് വരുമ്പോൾ മധ്യകർണത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് മധ്യകർണത്തിലെ അസ്ഥികളെ കുറിച്ച്. മധ്യകർണത്തിൽ അസ്ഥികളും അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ നാളിയുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, മധ്യകർണത്തിലെ അസ്ഥികളും യൂസ്റ്റേഷ്യൻ നാളിയും. അസ്ഥികൾ ഏതൊക്കെയാ മധ്യകർണത്തിലെ അസ്ഥികൾ? ഒന്ന് മാലിയസ്. മധ്യകർണത്തിലെ അസ്ഥികൾ ഒന്ന് മാലിയസ്. അടുത്ത മധ്യകർണത്തിലെ അസ്ഥികളുടെ പേര് പറയണേട്ടാ. അടുത്തത് ഇൻകസ്, അടുത്തത് സ്റ്റേപ്പിസ്. 3 അസ്ഥികളാണുള്ളത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇത് സ്റ്റേപ്പിസിന്റെ പ്രത്യേകത, ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റേപ്പിസിന്റെ പേരാ പറയേണ്ടത്. അപ്പൊ മധ്യകർണത്തിലെ പ്രധാനപ്പെട്ട 3 അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആണ്. മധ്യകർണത്തില് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, മധ്യകർണത്തിലെ അസ്ഥികളെ കുറിച്ചും യൂസ്റ്റേഷ്യൻ നാളികളെ കുറിച്ചും. ഇനി അസ്ഥികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ അസ്ഥിയുടെ ഷേപ്പും കൂടെ ഒന്ന് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മാലിയസിന് ചുറ്റികേടാകൃതിയാണ്, ഇൻകസിന് കൂടക്കല്ലിന്റെ ആകൃതിയാണ്, സ്റ്റേപ്പിസിന് കുതിരലാടത്തിന്റെ ആകൃതിയാണ്. ഇനി ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയുണ്ടല്ലോ, ഇവയാണ് നമ്മൾ നേരത്തെ കർണപടത്തിൽ കമ്പനം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. ആ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് കമ്പനങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? ആന്തരകർണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കർണപടത്തിൽ കമ്പനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ കർണപടത്തിലെ കമ്പനങ്ങളെ എന്ത് ചെയ്യും? ഈ അസ്ഥികള് ആ കമ്പനങ്ങളെ വർദ്ധിപ്പിക്കും. എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകും? ആന്തരകർണത്തിൽ എത്തിക്കുന്നത് ഏതാണ്? ഈ 3 അസ്ഥികളുടെ ഡ്യൂട്ടിയാണ്.
അപ്പൊ മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ. ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. സ്റ്റേപ്പീസിന് കുതിരലാടത്തിന്റെ ആകൃതിയാണ്, ഇൻകസിന് കൂടക്കല്ലിന്റെ ആകൃതിയാണ്, മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണ്. ഈ അസ്ഥികൾ മധ്യകർണത്തിലെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നീ അസ്ഥികൾ കർണപടത്തില് ശബ്ദം എത്തിയിട്ട് അവിടെ ഉണ്ടാവുന്ന കമ്പനങ്ങളെ ഒന്നും കൂടെ കൂട്ടും. എന്നിട്ട് അത് എവിടേക്ക് എത്തിക്കും? ആന്തരകർണത്തിൽ എത്തിക്കും. ക്ലിയർ ആയില്ലേ? ആന്തരകർണത്തിൽ ശബ്ദം എത്തണേക്കാൾ മുന്നുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് പറയണം. ഒരു കാര്യം കൂടെ ഇവിടെ പഠിക്കാല്ലേ? യൂസ്റ്റേഷ്യൻ നാളി. എന്താ യൂസ്റ്റേഷ്യൻ നാളി? ഈ യൂസ്റ്റേഷ്യൻ നാളി എവിടെയാ കിടക്കണേ? മധ്യകർണത്തിലാ കിടക്കണേ. ഈ മധ്യകർണത്തെ ഗ്രസനി എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു യൂസ്റ്റേഷ്യൻ നാളി. ഇനി കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇപ്പൊ കർണപടത്തിന് എന്താണ്? കർണപടത്തിൽ ശബ്ദതരങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യാണ് അല്ലെ? കർണപടം അവിടെ കമ്പനം സംഭവിക്കുന്ന കർണപടത്തിലാണ്. അപ്പൊ കർണപടത്തിന്റെ മർദ്ദം എന്താണ്? അവിടെ ക്ലിയർ ആക്കണം, അതായത് തുലനമാക്കി നിർത്തണം. മർദ്ദം കൂടി അവിടെ പൊട്ടലൊന്നും വരാൻ പാടില്ല. അപ്പൊ കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ മധ്യകർണത്തില് അസ്ഥികളും യൂസ്റ്റേഷ്യൻ നാളിയുണ്ട്. യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കർണപടത്തിന്റെ ഇരുവശത്തും മർദ്ദം തുലനം ചെയ്യുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ്. അസ്ഥികൾ എന്താ ചെയ്യണേ? കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് അതിനെ ആന്തരകർണത്തിൽ എത്തിക്കും. അസ്ഥികൾ ഏതൊക്കെയാ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. മാലിയസിനെ ചുറ്റികയുടെ ആകൃതി, ഇൻകസിനെ കൂടക്കല്ലിന്റെ ആകൃതി, സ്റ്റേപ്പീസിനെ കുതിരലാടത്തിന്റെ ആകൃതി. സ്റ്റേപ്പീസ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ആന്തരകർണത്തെ കുറിച്ചാ പഠിക്കാനുള്ളത്. എന്താണ് ആന്തരകർണം? ഈ ആന്തരകർണം എവിടെയാ സ്ഥിതി ചെയ്യണേന്നറിയോ? തലയോട്ടിയില് അസ്ഥി നിർമ്മിതമായ ഒരു അറയുണ്ട്. തലയോട്ടിയിൽ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയിൽ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നു. തലയോട്ടിയിൽ അസ്ഥി നിർമ്മിതമായ അറയിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ആന്തരകർണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്: ഒന്ന് അർദ്ധവൃത്താകാര കുഴലുകൾ. ആന്തരകർണത്തിന്റെ ഭാഗമാണ് അർദ്ധവൃത്താകാര കുഴലുകള്. അടുത്തത് വെസ്റ്റിബ്യൂള്. അടുത്തത് എന്താണ്? രണ്ടാമത്തത് വെസ്റ്റിബ്യൂള്, അർദ്ധവൃത്താകാര കുഴലുകള്. അടുത്തത് വെസ്റ്റിബ്യൂള്. മൂന്നാമത്തത് കോക്ലിയ. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ആന്തരകർണത്തിനുള്ളത്. അതില് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുമാണ് എന്ത് ചെയ്യുന്നത് എന്നാ പറയണത്? മനുഷ്യന്റെ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ. മനുഷ്യ ശരീരത്തിന് ബാലൻസ് ഇല്ലാണ്ടായൊക്കെ പോകില്ലേ ചിലർക്ക്? നമുക്കറിയാം അല്ലെ? വിയർ ബാലൻസ് പ്രശ്നങ്ങളുള്ളവരെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. തല ചുറ്റണു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? ഈ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളുമാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ തുലന നില സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ചെവി കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ശരീരത്തിന്റെ തുലന നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അവയവം കൂടിയാണെന്നും. ആ തുലന നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളും. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇനി ബാക്കി കോക്ലിയില്ലേ? അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ്. നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ. ഇത് എന്താ പറയാ? ഇത് ഒച്ചിന്റെ തോട് എങ്ങനെയാ? ചുരുണ്ടുകൂടിയായിരിക്കുക അല്ലെ? ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടുകൂടിയാണ് ഇതിരിക്കണേ. ഇനി ഇതിന് 3 അറകളും ഉണ്ട്. എത്ര അറകളുണ്ട്? 3 അറകളുള്ള ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ. 3 അറകളുള്ള ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്ലിയ എന്ന് പറഞ്ഞ. ക്ലിയർ ആയില്ലേ? ആന്തരകർണത്തിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂള്, കോക്ലിയ 3 അല്ലെ? അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും തുലന നില സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ്.
കോക്ലിയ എന്താണ്? മൂന്നറകളോട് കൂടിയ ഒച്ചിന്റെ തോട് പോലെ കാണപ്പെടുന്ന കേൾവിക്ക് സഹായിക്കുന്ന ഭാഗമാണ്. ആന്തരകർണം തലയോട്ടിക്കുള്ളിൽ അസ്ഥി നിർമ്മിതമായ അറയിലാണ് കാണപ്പെടുന്നത്. ഇനി കോക്ലിയയിലെ 3 അറയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ കോക്ലിയയിലെ മധ്യത്തിലെ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന മധ്യത്തിലെ അറ, മധ്യ അറയുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള അറയുണ്ട്. ഈ 2 അറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേസിലാർ സ്തരം. എന്താണ്? ബേസിലാർ സ്തരം. ആ ബേസിലാർ സ്തരം ആ ബേസിലാർ സ്തരത്തിലുള്ള രോമകോശങ്ങളാണ് എന്തായി പ്രവർത്തിക്കുന്നത്? ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ചെവിയില് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ഏതാണ്? രോമകോശങ്ങളാണ്. അത് കോക്ലിയയിലെ എന്താണ്? മധ്യ അറയെയും താഴെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന എന്താണ്? ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന എന്താണ്? രോമകോശങ്ങളാണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്ഥലം മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്നു. ആരുടെ? കോക്ലിയയ്ക്ക് 3 അറയുണ്ട് അല്ലെ? മുകളില്, മധ്യത്തില്, താഴെ 3 അറകളുണ്ട്. അതിൽ മധ്യ അറയും താഴെ അറയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ബേസിലാർ സ്ഥലം. ആ ബേസിലാർ സ്ഥലത്തിലെ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചെവിയിലെ 3 ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം. ചെവിക്ക് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം പഠിക്കുമ്പോൾ ചെവിക്കൂടെ ഓർക്കുക. ചെവിക്കൂടെ നിന്ന് ശബ്ദം കർണനാളത്തിലെത്തുന്നു, കർണനാളത്തിൽ നിന്ന് ശബ്ദം കർണപടത്തിലെത്തുന്നു. കർണപടത്തിലെത്തുമ്പോൾ ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ശബ്ദ തരംഗങ്ങൾക്ക് കമ്പനം ഉണ്ടാകുന്നു അല്ലെ? ഇനി കർണപടത്തിലെ ആ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് അത് എന്താ പറയാ, ആന്തരകർണത്തിൽ എത്തിക്കുന്നത് മധ്യകർണത്തിലെ അസ്ഥി ശൃംഖലകളാണ്. മാലിയസ് ഇൻകസ് ടേപ്പീസ് ആണ് അല്ലെ? ഈ ആന്തരകർണം എവിടെയാ? തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അതില് ശരിക്കും ആന്തരകർണത്തില് കോക്ലിയെ കൂടാതെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് അതാണ് അല്ലെ? അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളും ശരീരത്തിന്റെ തുലന നിലയെ സഹായിക്കുമ്പോൾ കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്നു അല്ലെ? അപ്പൊ കേൾവിക്ക് സഹായിക്കുന്ന ഒച്ചിന്റെ തോട് പോലെ കാണപ്പെടുന്ന 3 അറകളുള്ള ഭാഗം കോക്ലിയ അല്ലെ? ഈ കോക്ലിയക്ക് 3 അറകളുള്ള മധ്യ അറയും താഴെ അറയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ബേസിലാർ സ്ഥലം. അതിലെ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതൊരു പ്രോസസ്സ് പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. നമ്മുടെ ശ്രവണ പരിമിതി 20 ഹെർട്സ് 20,000 ഹെർട്സിന് ഇടയിൽ ചെവിയുടെ ഉൾഭാഗം പരിശോധിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പ്. ചെവി, മൂക്ക്, തൊണ്ട തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനശാഖ ഓട്ടോ ലാരിംഗോളജി. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയാണ് ചെവിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയിട്ട് പഠിച്ച് എഴുതി നിങ്ങൾ എടുത്തു വെക്കുക. ഇനി നമുക്കൊക്കെ കുറച്ച് കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് SCERT പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.